ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഹെർബ്സിൻ്റെ ടിൻറ്റഡ് ലിപ് ബാം ആണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മുടെ ലിപ് ബാം ഇതാണ്. ആസ് യൂഷ്വൽ പാക്കേജിംഗ് ഒക്കെ നോർമൽ ഒരു ലിപ് ബാമിൻ്റെ പോലെ തന്നെയാണ്. പിന്നെ ടിൻറ്റഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ലിപ് ബാമിൻ്റെ സെയിം എഫക്റ്റും കിട്ടും. ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്ത ആ ഒരു ഫിനിഷ് നമ്മുടെ ചുണ്ടിന് കിട്ടും. അപ്പോൾ ഇതിൽ മെയിനായിട്ടുള്ള എക്സ്ട്രാക്റ്റ് ആൽമണ്ട് ഓയിലും പിന്നെ ഷീ ബട്ടറും പിന്നെ നമ്മുടെ ചെറി ഒക്കെയാണ് വരുന്നത്. അപ്പോൾ നല്ലൊരു അമേസിങ് ചെറിയുടെ ഒരു ഫ്രാഗ്രൻസ് ഉണ്ട് കേട്ടോ. ഞാൻ അപ്ലൈ ചെയ്ത് കാണിക്കാം. കണ്ടില്ലേ, നല്ലൊരു ഫിനിഷാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ലിപ്സിന് പറ്റിയ ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ ഈ ഒരു ലിപ് ബാം. അപ്പോൾ ജസ്റ്റ് ഹെർബ്സിൻ്റെ ലിപ് ബാം ആയതുകൊണ്ട് തന്നെ ഇതിൽ മെയിൻ വരുന്നത് ആയുർവേദിക് എൻറിച്ച്മെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ പ്രൊഡക്ട്സ് ആണ്. നല്ലൊരു സ്മൂത്തർ ആയിട്ടുള്ള ചെറിയൊരു പ്ലംബർ ആയിട്ടുള്ള ഒരു പിങ്കിഷ് കളറാണ് നമ്മുടെ ചുണ്ടിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ശരിക്കും നമുക്ക് ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഓഫ് കളേഴ്സാണ് കേട്ടോ ഈ ഒരു ലിപ് ബാമിൻ്റെത്. പല ഫ്ലേവറിലുണ്ട്. എനിക്ക് തോന്നുന്നു ചോക്ലേറ്റ്, ചെറി, അങ്ങനെ പല ഫ്ലേവേഴ്സിലുണ്ട്. ഇതിൻ്റെ സ്മെല്ല് ഭയങ്കര അമേസിങ് കിടിലനായിട്ടുള്ളൊരു സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ എത്ര ക്വാണ്ടിറ്റിയാണ് പ്രൊഡക്റ്റ് വരുന്നത് നോക്കുകയാണെങ്കിൽ ഇതിൽ 4 ഗ്രാം ഓഫ് പ്രൊഡക്റ്റ് ആണ് വരുന്നത്. നമ്മുടെ ലിപ്സ് നല്ല രീതിക്ക് നറിഷ് ചെയ്യാനും മോയ്സ്ചറൈസ് ചെയ്യാനും ഹീലിംഗ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ലിപ് ബാം തന്നെയാണ്. ഇതിൽ SPF കണ്ടന്റ് ഇൻക്ലൂഡ് ആണ് കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മൾ SPF ഇൻക്ലൂഡ് ആയിട്ടുള്ള ലിപ് ബാംസ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതായത് നമ്മുടെ സ്കിന്ന് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ലിപ്പിൽ പിഗ്മെൻറ്റേഷൻ വരാൻ ഒരു കാരണം എന്ന് വെച്ചാൽ സണ്ണിൽ നിന്ന് എമിറ്റ് ചെയ്തിട്ടുണ്ടാകുന്ന റേസ് കാരണം പിഗ്മെൻറ്റേഷൻ വരും. സോ അത് തടയാനാണ് നമ്മൾ SPF ഇൻക്ലൂഡ് ആയിട്ടുള്ള ലിപ് ബാംസ് യൂസ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഇതിൽ SPF കണ്ടന്റ് എന്തുമാത്രമാണെന്ന് നോക്കുകയാണെങ്കിൽ SPF 20+ ആണ്. അപ്പോൾ ഇത് ഐഡിയൽ ഫോർ എല്ലാവർക്കും യൂസ് ചെയ്യാം. പിന്നെ നോർമലി ജെൻസ് യൂസ് ചെയ്യാറില്ലല്ലോ ടിൻറ്റഡ് ആയിട്ടുള്ള ലിപ് ബാംസ്. അപ്പോൾ ഇനി അടുത്ത കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പാക്കേജിങ് ഓൾറെഡി ഞാൻ പറഞ്ഞു. ഇതേപോലത്തെ ഒരു പാക്കേജിംഗ് ആണ്. നമുക്ക് ഈസി ടു യൂസ് ആണ്, ട്രാവൽ ഫ്രണ്ട്ലി ആണ്. പ്രൈസ് വൈസിലേക്ക് പോവുകയാണെങ്കിൽ 295 99 എങ്ങാണ്ടാണ്. പക്ഷേ ഇപ്പം 40% ഓഫേഴ്സ് ഉണ്ട്. അപ്പോൾ വ്യൂ പ്രൊഡക്റ്റിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം. 177 ആ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ലിപ് ബാം അപ്ലൈ ചെയ്യുമ്പോൾ നല്ല രീതിക്ക് പിഗ്മെൻറ്റേഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഡ്രൈനെസ് ഒക്കെ നന്നായിട്ട് റെഡ്യൂസ് ചെയ്യും. നല്ല രീതിക്ക് നറിഷ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. നല്ലൊരു മോയ്സ്ചറൈസേഷൻ പ്രൊവൈഡ് ചെയ്യും. പിന്നെ പാരബൻ ഫ്രീ ആണ്, ക്രുവൽറ്റി ഫ്രീ ആണ്. നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സൺലൈറ്റ് ഒക്കെ കൊണ്ടിട്ടുണ്ടാകുന്ന ഒരു പരിധി വരെ ഹാംനെസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. കാരണം SPF 20+ ഇൻക്ലൂഡ് ആയതുകൊണ്ട് തന്നെ സോഫ്റ്റ് ആൻഡ് ഹീൽസ് ചാപ്റ്റ് ലിപ്സ്, അതേപോലെ തന്നെ ലിപ് സ്മാക്കിംഗ് ഫ്ലേവേഴ്സ് ആണ്. പിന്നെ നമുക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ടിൻറ്റഡ് ആയിട്ടുള്ള ഒരു ഫിനിഷാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ശരിക്കും അമേസിങ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. ശരിക്കും ഈ ഒരു ലിപ് ബാമിലെ കളറ് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. അതിൻ്റെ സ്മെല്ലും അതുപോലെ തന്നെയാണ് കേട്ടോ. ശരിക്കും ഒരു ഫ്രൂട്ടി സ്മെല്ലാണ്. നമ്മുടെ ഈ ഒരു ലിപ് ബാമിൽ ആൽമണ്ട് ഓയിൽ ഇൻക്ലൂഡ് ആണ് കേട്ടോ. സോ ആൽമണ്ട് ഓയിലിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ആൽമണ്ട് ഓയിൽ എന്ന് പറയുന്നത് ഒരു നറിഷിങ് ഇൻഗ്രീഡിയൻ്റ് ആണ്. അത് നല്ല രീതിക്ക് നമ്മുടെ ലിപ്സിനെ മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം തന്നെ വ്രിങ്കിൾസ് ഒക്കെ ഇല്ല, അതൊക്കെ റെഡ്യൂസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മുടെ ലിപ്സിൻ്റെ തനതായ, അതായത് നാച്ചുറൽ ആയിട്ടുള്ള ആ ഒരു ലിപ് കളറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് ആൽമണ്ട് ഓയിൽ. ഇനി അടുത്തത് ഷീ ബട്ടർ. ഷീ ബട്ടർ എന്ന് പറയുന്നതും നല്ല രീതിക്ക് ഒരു മോയ്സ്ചറൈസേഷൻ ഒക്കെ പ്രൊവൈഡ് ചെയ്യാനും ഹൈഡ്രേഷൻ ഒക്കെ നൽകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. നോർമലി ലിപ് ബാംസിലൊക്കെ കണ്ടുവരുന്നതാണ് ഈ ഷീ ബട്ടർ എന്നൊക്കെ പറയുന്ന സംഭവം. അതായത് ലോങ് ലാസ്റ്റിംഗ് ഹൈഡ്രേഷൻ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഷീ ബട്ടർ. അതായത് നേരത്തെ ആൽമണ്ട് ഓയിൽ വ്രിങ്കിൾസ് ആണ് റെഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ഷീ ബട്ടർ എന്താ റെഡ്യൂസ് ചെയ്യുന്നത് നോക്കുകയാണെങ്കിൽ ഫ്ലേക്കിനെസ് ഒക്കെ റെഡ്യൂസ് ചെയ്യും കേട്ടോ. നമ്മുടെ ചുണ്ട് ഡ്രൈ ഒന്നും ആക്കാണ്ട്, ചാപ്റ്റൊന്നും ആക്കാണ്ട് നല്ലൊരു സ്മൂത്ത് ആൻഡ് സോഫ്റ്റർ ആയിട്ടുള്ള പ്ലംബറൊക്കെ ആക്കി വെക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ഷീ ബട്ടർ. അപ്പോൾ ഇനി അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഇതൊരു ബാരിയറായിട്ട് ആക്ട് ചെയ്തിട്ട് ലിപ്സിൻ്റെ ആ ഒരു ഹെൽത്ത് ഉണ്ടല്ലോ നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ടിൻറ്റഡ് ലിപ് ബാമിനെ കുറിച്ചിട്ടുള്ള റിവ്യൂ, അതായത് ജസ്റ്റ് ഹെർബ്സിൻ്റെ ചെറി ടിൻറ്റഡ് ലിപ് ബാം. ഇനി അടുത്തായിട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. പാക്കേജിങ് ആസ് യൂഷ്വൽ ഒരു ലിപ് ബാമിൻ്റെ സ്റ്റിക്ക് പോലെ തന്നെയാണ്. നമുക്ക് ഈസി ടു ഓപ്പൺ ആണ്. നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പ്രൊഡക്റ്റ് കൊണ്ടുനടക്കാൻ പറ്റും, ട്രാവൽ ഫ്രണ്ട്ലി ആയതുകൊണ്ട് തന്നെ. പിന്നെ അടുത്തായിട്ട് പറയാനുള്ളത് നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴെപ്പോഴും എടുക്കുമ്പം ഇതേപോലെ ഈ സൈഡിലൊക്കെ പറ്റി പിടിച്ചിരിക്കാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുക. എപ്പോഴും നമ്മൾ ഈ ലിപ് ബാമൊക്കെ അടച്ചു വയ്ക്കുമ്പോൾ നല്ല രീതിക്ക് ടൈറ്റനായിട്ട് അടച്ചു വയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ കീപ്പ് അവേ ഫ്രം ചിൽഡ്രൻ. അതോടൊപ്പം തന്നെ ഈ ഒരു ലിപ് ബാമൊക്കെ നമ്മൾ എപ്പോഴും ഷെൽഫ് ലൈഫിൽ കീപ്പ് ചെയ്യുമ്പോഴേ, ഷെൽഫിൽ കീപ്പ് ചെയ്യുമ്പോൾ ഡയറക്റ്റ് സൺലൈറ്റ് എമിറ്റ് ചെയ്യുന്ന ഏരിയയിലൊന്നും നിങ്ങൾ കൊണ്ട് വെക്കരുത്. എപ്പോഴും റൂം ടെമ്പറേച്ചറിൽ കീപ്പ് ചെയ്യാൻ വേണ്ടി, കൂൾ ആൻഡ് ഡ്രൈ ആയിട്ടുള്ള റൂം ടെമ്പറേച്ചറിൽ കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക.
പിന്നെ അടുത്തത് പ്രൈസ് വൈസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം അഫോർഡബിൾ പ്രൈസ് ആണ്. 299 രൂപയെങ്ങാണ്ടാണ് ആക്ച്വൽ പ്രൈസ്. പക്ഷേ നമുക്കിപ്പം 177 ആ ഒരു റേഞ്ചിലൊക്കെ കിട്ടുകയും ചെയ്യും. പിന്നെ ടിൻറ്റഡ് ആയിട്ടുള്ള ലിപ് ബാംസ് നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. അതായത് ഫസ്റ്റ് തന്നെ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ഇതിൽ ഇൻഗ്രീഡിയൻസ് മസ്റ്റായിട്ട് വായിച്ച് നോക്കുക. ചില ടിൻറ്റഡ് ലിപ് ബാംസിന് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ചുണ്ട് വീണ്ടും പിഗ്മെൻറ്റഡ് ആക്കാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. അതായത് നമ്മൾ ലിപ്സ്റ്റിക് ഒക്കെ അപ്ലൈ ചെയ്യുന്ന കണക്ക് തന്നെ ടിൻറ്റഡ് ആയിട്ടുള്ള ലിപ് ബാംസ് യൂസ് ചെയ്താലും ചിലത് നമ്മുടെ ലിപ്സ് കൂടുതൽ പിഗ്മെൻറ്റഡ് ആക്കും. സോ ഇതിൽ ഇൻഗ്രീഡിയൻസ് നിങ്ങൾ മസ്റ്റായിട്ട് വായിച്ച് നോക്കിയിട്ട് ഇത് എൻ്റെ ചുണ്ടിന് ഹാം അല്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം ചൂസ് ചെയ്യുക. ജസ്റ്റ് ഹെർബ്സിൻ്റെ പ്രൊഡക്ട്സ് എന്നൊക്കെ വെച്ചാൽ നമ്മുടെ ചുണ്ട് ഓവറായിട്ട് പിഗ്മെൻറ്റഡ് ഒന്നും ആക്കുന്നതല്ല കേട്ടോ. അതിന് കാരണം മറ്റൊന്നുമല്ല, ഇതിൽ ഹെർബ്സ് ആൻഡ് നാച്ചുറൽ ആയിട്ടുള്ള ആയുർവേദിക് ഇൻഗ്രീഡിയൻസിൻ്റെ ഒക്കെ എൻറിച്ച്മെൻ്റ് ആണ്. നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ കാണാതെ വരയ്ക്കും.